വെൽക്കം ടു ഡേറ്റ ടോക്സ്. ഡേറ്റ അനലിറ്റിക്സിൽ പലവിധം ജോബ് റോൾസ് ഉണ്ട്. ഇപ്പോൾ ഡേറ്റ അനലിസ്റ്റ് ഉണ്ട്, ഡേറ്റ സയൻറ്റിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ എഞ്ചിനീയർ, BI എഞ്ചിനീയർ, ബിസിനസ് അനലിസ്റ്റ് എന്നിങ്ങനെ ഒരുപാട് തരം ജോബ് റോൾസ് ഉണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്താണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതൊക്കെ ചെയ്യാം, എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവർക്കുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ജോബ് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കൂടുതലും ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതായത് എനിക്ക് ഏതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ എനിക്ക് കോഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഡാറ്റ അനലിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൺസേൺസും ആണ് കൂടുതലായിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഫ്രഷേഴ്സിനൊക്കെ വരാറ്. അപ്പോൾ ഓരോ ജോബ് റോൾസിനും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ടെക്നോളജീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കിൽ സെറ്റാണ് അവർക്ക് വേണ്ടത്, അവരുടെയൊക്കെ സാലറി പാക്കേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, ഡേറ്റ അനലിസ്റ്റ്. ഡേറ്റ അനലിസ്റ്റ് കൂടുതലായിട്ട് ചെയ്യുന്നത് പലതരം രീതിയിൽ ഡേറ്റയെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത്, അതായത് പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കി ബിസിനസ്സിൻ്റെ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അതായത് നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ അതിൽ കൂടുതൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതിലെ ട്രെൻഡ്സ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റിന് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സോ സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് കൂടുതൽ റവന്യൂ വരും. അപ്പോൾ ബിസിനസ്സിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ അനലിസ്റ്റ് ടീം വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മെക്ഡൊണാൾഡ്സ് എടുക്കും. മെക്ഡൊണാൾഡ്സിന് പല രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പല രാജ്യങ്ങളുടെയും ആൾക്കാരുടെ ടേസ്റ്റ് സെൻസ് ഒക്കെ മാറ്റാണ്, അവരുടെ ഇഷ്ടങ്ങൾ മാറ്റാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് ഓരോ രാജ്യത്തേക്കും വേണ്ടിയിട്ടുള്ള മെനു കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത്. ചിലതാണെങ്കിൽ കോമൺലി എല്ലാ രാജ്യങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ്, കസ്റ്റമറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ട്സും എത്രത്തോളം പോകുന്നുണ്ട്, ഏതൊക്കെയാണ് അതായത് കൂടുതലായിട്ട് വിറ്റ് പോകാത്ത പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് അവരുടെ പ്രൊഡക്ട്സിലും സർവീസിലും ഇത്തരം കാര്യങ്ങളെ കൂടുതലായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർബക്സിൻ്റെ കേസിൽ, സ്റ്റാർബക്സിലൊക്കെ നിങ്ങൾ കോഫി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഒച്ചത്തിൽ വിളിച്ചു പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു കസ്റ്റമർ ഇൻസൈറ്റ് ആണ്. അതായത് കസ്റ്റമറിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അവരുടെ ഡാറ്റയെന്നോ അവരുടെ പല രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് അവർക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് അങ്ങനെയുള്ളൊരു ഇൻസൈറ്റ് അവർക്ക് ഉണ്ടായി. അതിനുശേഷം ആയിരിക്കും അവർ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഓരോ കമ്പനിയും അങ്ങനെ പല രീതിയിൽ കസ്റ്റമറിനെ കൂടുതൽ അവർക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, ഡേറ്റയെ പരിശോധിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ഡേറ്റ അനലിസ്റ്റ് ടീം എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി ഓഫ്കോഴ്സ് ഡേറ്റാബേസ്, SQL ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ, അവരുടെ കമ്പനിയുടെ ഡാറ്റ അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റ്സ് നിന്നൊക്കെ ഡാറ്റ എടുക്കണമെങ്കിൽ പലതരം പൈത്തൺ സ്ക്രിപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യും. ഇനിയല്ല ഒരു എക്സലാണ് നിങ്ങളുടെ ഡാറ്റ, ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ എക്സൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒരു ഡാഷ്ബോർഡാക്കി മാറ്റാം. പവർ BI, അതുപോലെ തന്നെ ടാബ്ലോ, അതുപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഒരുപാട് ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾ ഉണ്ട്, അതിൽ ചെയ്യുന്നുണ്ടാവും. ചില കമ്പനിക്ക് അവരുടേതായ ടൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അൾട്ടറിക്സ്, SAP ഒക്കെ പോലെ. SAP പല രീതിയിലുണ്ട്, ഒരു ERP സോഫ്റ്റ്വെയർ മാത്രമല്ല, അത് പല രീതിയിൽ ഫൈനാൻസ് ടീം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അനലിറ്റിക്സ് ടീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് അനുസരിച്ചിട്ട് ഇത്തരം ടൂൾസിൽ ഈ ഒരു അനലിസ്റ്റ് ടീം വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരുടെ ഒരു സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇന്ത്യയിൽ വരുന്ന ഒരു ആവറേജ് സാലറി പാക്കേജ് എന്ന് പറയുമ്പോൾ 4 to 7 LPA എന്നുള്ളൊരു സാലറി പാക്കേജാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കമ്പനി ടു കമ്പനീസ് ഡിപ്പെൻഡ് ആണ്. അതായത് ഫ്രഷേഴ്സിന് ഫസ്റ്റ് സാലറി തന്നെ ഒരു 12 LPA എബോ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കോളേജും ഈ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നിങ്ങളൊരു IIT അങ്ങനെയുള്ള ടോപ്പ് ടയർ കോളേജിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് 20 LPA എബോ ആണ്. അപ്പോൾ IITയിൽ നിന്ന് വരുന്ന ആ ഒരു കുട്ടിയുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ IQ ലെവൽ, അവരുടെ സോൾവിങ് സ്കിൽസൊക്കെ വ്യത്യാസമായിരിക്കും ഒരു ആവറേജ് സ്റ്റുഡൻസിനെ കമ്പയർ ടു. അപ്പോൾ അങ്ങനെ അവർക്ക് കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രോബ്ലം, അവർ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ബിസിനസ്സിൽ അത്രയും എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ സാലറി പാക്കേജിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ആവറേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു സാലറി പാക്കേജാണ്. നെക്സ്റ്റ് ടീമാണ് ഡേറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് ടീം. ഇവർ കൂടുതലും ചെയ്യുന്ന പ്രൊജക്റ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രെഡിക്റ്റീവ് മോഡലിംഗ് അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ് ആണ്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡാറ്റയെ പല രീതിയിൽ പരിശോധിച്ച് അതിനെ ട്രെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഭാവിയിലേക്കുള്ള പ്രഡിക്ഷൻസ് ചെയ്യാനാണ് ഈ ഒരു ടീം കൂടുതലായിട്ടും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഒരു ആപ്പാണ്. ആ ഒരു ആപ്പിൽ പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഈ കസ്റ്റമേഴ്സൊക്കെ എല്ലാ മാസവും അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് നാൾ നിങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്ട്സോ സർവീസോ വാങ്ങി പിന്നീട് നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല, അതിനെയാണ് കസ്റ്റമർ ചേൺ റേറ്റ് എന്ന് പറയും. ഇത്തരം കസ്റ്റമർ ചേൺ റേറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്ട്സ് കൂടുതലായിട്ടും ഡാറ്റ സയൻസ് ടീം ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് 2 വർഷത്തെ ഡാറ്റ, നിങ്ങളുടെ എത്രത്തോളം കസ്റ്റമർ വന്നു, എത്രത്തോളം കസ്റ്റമേഴ്സ് ഇതിൽ ഇൻവോൾവ് ആയി, ഇതൊക്കെ അനലൈസ് ചെയ്ത് അത്തരം ഡാറ്റയെ പ്രോപ്പറായി ക്ലീൻ ചെയ്ത് ഇനി അടുത്ത 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കമ്പനി, അതായത് നിങ്ങളുടെ പ്രൊഡക്ട്സോ സർവീസോ വാങ്ങാതെ
തിരിച്ചു പോകും. ഇങ്ങനെയുള്ള കസ്റ്റമർ ചേൺ റേറ്റിനെ കുറിച്ച് അനാലിസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഇത് ചെയ്യാറുണ്ട്, ഈ ഒരു ടീം ചെയ്യാറുണ്ട്. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇങ്ങനെ പലവിധം പ്രോജക്ട്സ്, അതായത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ എത്രത്തോളം പൈസ ചിലവാക്കുന്നുണ്ട്, ഇത്തരം ചിലവാക്കിയതൊക്കെ ഇമ്പാക്റ്റ്ഫുൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പലതരം മെഷീൻ ലേണിംഗ് മോഡൽസ് ഇവർ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ടീം കൂടുതലായിട്ടും പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സിന് വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇവർക്ക് മെഷീൻ ലേണിംഗ് അറിയണം, പൈത്തൺ സ്ക്രിപ്റ്റിംഗ് അറിയണം, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ബേസിക് മോഡലിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അത്തരം ടീമാണ് ഇത്തരം ഡാറ്റാ സയൻസ് പ്രോജക്റ്റിൽ അവർക്ക് തിളങ്ങാൻ പറ്റുക. അപ്പോൾ ഇവരുടെ സാലറി പാക്കേജ് ഒരു ആവറേജ് വരുന്നത് 7 to 10 LP ആണ് ഒരു ബേസ് എൻട്രി ലെവൽ പൊസിഷനിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ പല കമ്പനീസിലും എൻട്രി ലെവൽ പൊസിഷൻ ഡാറ്റ അനലിസ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അതിനുശേഷം ഇവരുടെ സ്കിൽസൊക്കെ ഓക്കെ ആണെങ്കിൽ ഡാറ്റ സയൻസ് പ്രോജക്റ്റിലേക്ക് മൂവ് ചെയ്യാണ് പൊതുവേ ചെയ്യാറ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു 7 to 10 എന്നുള്ളത് ആവറേജ് ആണ്, അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു രീതി ഒരു 10 to 12 ആ ഒരു റേഞ്ചിലേക്ക് അത്യാവശ്യം നല്ല നല്ല കമ്പനീസൊക്കെ അവർക്ക് പാക്കേജ് കൊടുക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ കമ്പനീസ് പല രീതിയിലുള്ള സാലറി പാക്കേജും കുട്ടികളുടെ കോളേജിന് അനുസരിച്ചിട്ട് അവരുടെ അത്തരം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് സാലറി പാക്കേജ് കൊടുക്കുന്ന കമ്പനീസും ഉണ്ട്. തേർഡ് വൺ ആയിട്ട് വരുന്നത് ഡാറ്റ എഞ്ചിനീയറിംഗ് ആണ്. ഡാറ്റ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡാറ്റ ആർക്കിടെക്ട്, ഡാറ്റ വെയർ ഹൗസിംഗ് എക്സ്പേർട്ട്, BI എക്സ്പേർട്ട്, ഇവരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരം ഡാറ്റ അനാലിസിസും അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നവരാണ് ഈ ഒരു ടീം. അതായത് നിങ്ങളുടെ കമ്പനിയിൽ ഒരു ERP സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിനെ ഒരു എൻഡ് ടു എൻഡ്, അതായത് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഓരോ ഡേറ്റയും എങ്ങനെയൊക്കെ ഫ്ലോ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അതിൻ്റെ സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആയിരിക്കും കൂടുതൽ. ഇനിയിപ്പോൾ സെക്യൂരിറ്റി റീസൺസിൽ ഡേറ്റ ഗവേണൻസ് ടീം, അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു ഡേറ്റ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഈ ഒരു ഡേറ്റ എഞ്ചിനീയറിംഗ് ടീം ബിൽഡ് ചെയ്തിട്ടുള്ള ഡാറ്റാ ബേസ്, ഡാറ്റ വെയർ ഹൗസ്, ഇങ്ങനെ ഡാറ്റ ലേക്സ്, അതിൻ്റെ മുകളിലായിരിക്കും ഈ പറഞ്ഞ ഡാറ്റ അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റും ഡാറ്റ സയൻറ്റിസ്റ്റും ഒക്കെ ഡാറ്റ എടുത്ത് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, അവരുടെ ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസ് അവിടെ നിന്നൊക്കെ വരുന്ന ഡേറ്റയെ എത്രത്തോളം ഇവരുടെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസിലോ അല്ലെങ്കിൽ ഓരോ ഹൈപ്പർ മാർക്കറ്റ്സിനും ഒരു ഡാറ്റാബേസോ അല്ലെങ്കിൽ ഡാറ്റ ലേക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈനും ഡെവലപ്പും ചെയ്യുന്നത് ഇത്തരം ഒരു ടീമായിരിക്കും. ഈ ഒരു ടീമിന് ആയിരിക്കും അറിയാം, അതായത് എവിടെ നിന്നൊക്കെയുള്ള ഡാറ്റ ഏതൊക്കെ ടേബിൾസിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഇനി എത്രത്തോളം ഇത് സ്കെയിലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം എഞ്ചിനീയറിംഗ് ടീമിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് അറിയേണ്ട ടെക്നോളജീസാണ് ബിഗ് ഡാറ്റ, അതായത് ഹഡൂബ്, ഹൈവ്, അതുപോലെ തന്നെ പൈസ്പാർക്ക്. അപ്പോൾ എസ്പെഷ്യലി ക്ലൗഡിനെ ഇതൊക്കെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ്. ഇതൊരു കോർ ടെക്നിക്കൽ ജോബാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടെക്നോളജീസ്, സ്നോഫ്ലേക്ക്, അതുപോലെ തന്നെ ഡാറ്റാ ബ്രിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിവുണ്ട്. ഇതൊരു കോർ ടെക്നിക്കൽ ജോബാണ്. മാത്രമല്ല ഇതിന് ഡിമാൻഡ് കൂടുതലാണ്, കാരണം എല്ലാവരും ഇത് കയറി ചാടി ഒന്നും എടുക്കത്തില്ല. എന്താ പറയുക, കമ്പയർഡ് ടു ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ് ജോബുകളെ അപേക്ഷിച്ച് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യില്ല, കാരണം ഇതൊരു കോർ ടെക്നിക്കൽ ജോബാണ്. അപ്പോൾ കമ്പയർഡ് ടു അതേഴ്സ് നല്ല പേയ്മെൻറ്റും ഉണ്ട്. അതായത് ഇപ്പോൾ ഡാറ്റ സയൻസിന് കൂടുതൽ പേയ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ ഒരു 10 to 12 LPA അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നന്നായിട്ട് നിങ്ങളൊരു പ്രോപ്പർ ഡാറ്റ എഞ്ചിനീയർ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ ആ ഒരു കേപ്പബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല പാക്കേജ് കിട്ടാനുള്ള ഒരു ചാൻസസ് കൂടുതലായിട്ടുണ്ട് ഈ റോൾസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ, അതായത് ഡാറ്റ അനലിസ്റ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന കുറച്ചൊരു ജോബ് റോൾസ് ഉണ്ട്. അതായത് ബിസിനസ് അനലിസ്റ്റ്, ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് അനലിസ്റ്റ്, ഇങ്ങനെയുള്ള ജോബ് റോൾസ് ഒക്കെ ഇതൊക്കെ ഏകദേശം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ബിസിനസ് അനലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ, അതായത് ഇൻഡസ്ട്രി ഡൊമൈൻ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡറെയും അത്തരം ടീമിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂസേഴ്സിനെ ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്ലസ് ഡേറ്റ അനാലിസിസ് സ്കില്ലും കൂടി ആഡ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന ഒരു ടീമായിരിക്കും ബിസിനസ് അനലിസ്റ്റ്. അവർക്ക് കൂടുതലായിട്ടും ഡൊമൈൻ നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ FMCGയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് FMCG എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മറ്റുള്ള ഡൊമൈൻ ഹെൽത്ത് കെയർ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലുള്ള ഇൻഡസ്ട്രി ഡൊമൈൻ നോളജ് ഇവർക്ക് അത്യാവശ്യമായിരിക്കും. അതുപോലെ തന്നെയാണ് പ്രൊഡക്റ്റ് അനലിസ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ സൊമാറ്റോ എന്നൊരു ആപ്പ് അല്ലെങ്കിൽ സ്വിഗ്ഗി എന്ന ആപ്പ്, ഈ ആപ്പിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ട് ഡാറ്റ അനലിസിസ് ചെയ്യുന്ന ടീമായിരിക്കും പ്രൊഡക്റ്റ് അനലിസ്റ്റ്. അതുപോലെ തന്നെ ബിസിനസ് ഇൻ്റലിജൻസ്, കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ, ആ ഒരു ഡേറ്റ ഫ്ലോയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും മാനേജ് ചെയ്യുന്നതും ഇതൊരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ റോളൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ള റോളും കൂടി ഈ പറഞ്ഞ പോലെ ഡേറ്റ അനാലിസിസിൻ്റെ പേരിൽ ലേബലിൽ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡേറ്റ ഫീൽഡിൽ തന്നെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബ് റോൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജോബ് റോളിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡേറ്റ ടോക്സ് ബൈ ജുനൈദ്.